ഹായ് കൂട്ടുകാരെ, വിഷുവിന് ശേഷം ഞാൻ നട്ട ചെടികളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇത് തളിർവെറ്റില. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ എന്ന പാട്ട്. അതുപോലെ വീട്ടിലൊരു തളിർവെറ്റില ചെടി ഐശ്വര്യമാണത്രേ. എന്തായാലും ഞാൻ ചട്ടിയിൽ നിന്നും പിഴുത് നെല്ലിമരത്തിൻ്റെ താഴെ നട്ടുകൊടുത്തിട്ടുണ്ട്. ഇതാ മാതളം 3 വർഷം കൊണ്ട് കായ്ക്കും. ഇത് വെള്ളരിയാണ്, പൂത്തു തുടങ്ങി. ചെറിയ ഒരു പുഴുക്കുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അരിമുളകും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച കഷായം തെളിച്ചാൽ മതി. ചീരയെല്ലാം കറി വയ്ക്കാൻ പാകമായി. ഇനി ഇത് ചെറിയ ചെടികളെല്ലാം മാറ്റി കുഴിച്ചിടണം. ചിരങ്ങ പടർന്ന് പന്തലിക്കാനുള്ള ഒരുക്കത്തിലാണ്. പൂത്തു തുടങ്ങി. ഇനി നമ്മൾ തെങ്ങിൻ്റെ ഓല വെച്ച് വഴിതിരിച്ചു വിടണം. ഏതിലൂടെ പടർത്തണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഇങ്ങനെ ഓല വെച്ച് കൊടുത്താൽ അതിൽ കയറി അങ്ങനെ പടർന്നുകൊള്ളും. 22 ചേനക്കുഴി എടുത്ത് 22 ചേനയാണ് നട്ടത്. അതിൽ 19 എണ്ണം മുളച്ചു. ചിലത് ചെറുതും ചിലത് വലുതും അങ്ങനെയാണിപ്പോൾ വലിപ്പം. ഇതൊക്കെ അതാ വരുന്നതേ ഉള്ളൂ. ചിലത് നല്ല പോലെ വളർന്നു ഇങ്ങനെയായി. കരിയിലകളും ചാണകപ്പൊടിയും വെണ്ണീറും ഒക്കെ ചേർത്ത് ഇനി മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ചേന ഇങ്ങനെ വട്ടം വീശി വലിയ കിഴങ്ങായി വരും. ഓണത്തിന് ചേന പറിക്കാം. മണ്ണ് കൂട്ടി കൊടുക്കണം. ഇങ്ങനെ വലുതാവുമ്പോൾ മാത്രമേ മണ്ണ് കൂട്ടിക്കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു പ്രായത്തിൽ മണ്ണ് ഇളക്കി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ എല്ലാം തന്നെ മുറ്റത്ത് മുളച്ച് പൊന്തിക്കഴിഞ്ഞു. ഒരു തരം കുറ്റിപ്പയറാണ് ഞാൻ നട്ടുകൊടുത്തത് ചേനയുടെ ഇടയിൽ കൂടെ. അതെല്ലാം ഇപ്പോൾ കായ തുടങ്ങി. 2 നേരം നനയ്ക്കണം. കരിയിലകളാണ് വളമായി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് കീടനാശിനി പ്രയോഗം ഒന്നും വേണ്ട. ഈ ഒരു വേനലിൽ നല്ല പോലെ കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല നാടൻ പയർ. ഇത് വിത്തിന് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മണികളും പിന്നെ പയറും ചേർത്ത് ഉപ്പേരി വെച്ചാൽ ഒരു പ്രത്യേക സ്വാദാണ്. നല്ല വെളുത്ത ഒരു തരം പയറാണിത്. അധികം പടർന്ന് കയറില്ല എങ്കിലും ഞാൻ നിറയെ കമ്പുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുറ്റത്തിങ്ങനെ കാണാൻ തന്നെ ഒരു അഴകാണ്. മഴ തുടങ്ങിയാൽ പച്ചക്കറികൾ കായ്ക്കുന്നത് കുറയും. ഈ ഒരു മെയ് മാസത്തിൽ നല്ല ഒരു കായയാണ് തരുന്നത്. വഴുതനയും നിറയെ കായ്ച്ചിട്ടുണ്ട്. ഈ ഒരു വഴുതന 2 ചെടി മതി. ഒരു വീട്ടിലേക്ക് എന്നും വഴുതന തരും. ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. അങ്ങനെ കായ്ച്ചുകൊള്ളും. വല്ലപ്പോഴും ഞാൻ ഇത്തിരി ചാഴിപ്പൊടി ഇട്ട് കൊടുക്കും, ഉറുമ്പോ ചിതലോ വരാതിരിക്കാൻ. നല്ല കട്ടിയുള്ള ഒരു തരം വഴുതനയാണ്. അത് തന്നെ ഉപ്പേരി വെച്ചാലൊക്കെ നല്ല ഒരു ടേസ്റ്റാണ്. കുരുമുളക് ബക്കറ്റ് നിറഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി ഇതിനെ ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിടണം. 1 വർഷം കൊണ്ട് തന്നെ അത് കായ വരും. മുളക് നല്ല പോലെ പാകി നിർത്തിയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വിപണിയിൽ നിന്ന് നമ്മൾ ഈ ഒരു മുളക് ചെടി വാങ്ങണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. നമ്മൾ പാവി നിർത്തിയിട്ട് മഴ തുടങ്ങിയാൽ നട്ടു കൊടുക്കാം. ഇത് അടയ്ക്കാപ്പഴം, കൊയ്യാപ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന പേരയ്ക്ക. ഇതിൻ്റെ സ്കോഷ് നമുക്ക് അടിച്ചു വെച്ചാൽ കുട്ടികൾക്ക് നല്ലതാണ്, വിരശല്യം വരാതിരിക്കാനൊക്കെ. അപ്പോൾ താഴത്തൊക്കെ ഈ കരിയിലകളുടെ ഇടയിലാണ് അടയ്ക്കാപ്പഴം വീഴുന്നത്. എന്തായാലും എനിക്ക് 4 എണ്ണം നല്ല വലിപ്പമുള്ളത്, നല്ല പോലെ പഴുത്തത് കിട്ടിയിട്ടുണ്ട്. ഈ മെയ് മാസത്തിലെ അടയ്ക്കാപ്പഴത്തിന് നല്ല മധുരമായിരിക്കും.
ഇതൊക്കെയാണ് മെയ് മാസത്തിലെ എൻ്റെ ചെടികളുടെ വിശേഷങ്ങൾ. മുള്ളാത്ത കൂടിയുണ്ട്. മുള്ളാത്ത വലുതൊന്ന് പഴുത്ത് നിൽപ്പുണ്ട്. അത് വെച്ച് ഒരു ജ്യൂസ് അടിക്കണം. ശരീരത്തിലെ HB ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു പഴമാണെന്ന് പറയുന്നത് കൊണ്ട് ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നല്ല സ്വാദുള്ളൊരു ജ്യൂസാണെന്നും പറയുന്നു. വെറുതെ കഴിക്കുമ്പോഴത്തേനൊരു പുളിയാണ്. ഇത് വെറുതെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല. ഇത് ലക്ഷ്മണപ്പഴമാണ്. സീതാപ്പഴത്തിൻ്റെ പോലെ തന്നെ വർഗത്തിൽപ്പെട്ട ഒരിനം. ഇത് കറി വയ്ക്കും. ഞാനൊന്ന് പഴുപ്പിച്ച് ജ്യൂസ് അടിച്ച് നോക്കട്ടെ. ആ വീഡിയോ പിന്നെ പങ്കുവെക്കാം. ഇത് ഇലമംഗലം ചക്കയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്കപ്പം, പൂച്ചപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു കളറിലാണ് ഇപ്പോൾ. ഇതൊരു കുഞ്ഞൻ വാഴയാണ്, കുഞ്ഞൻ. പക്ഷേ അവൻ്റെ കായ വലുതായിരിക്കും. അത് വളരുമ്പോൾ അടുത്ത വീഡിയോയിൽ അവനെയും കൂടി ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.